ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളീയരുടെ ഇഷ്ട വിഭവമായ പഴംപൊരിയാണ്. വളരെ രുചികരമായിട്ടും നല്ല എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. ഒരു കപ്പുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വെള്ളം, പിന്നെ ഏത്തപ്പഴം. ഇതെല്ലാമാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. പിന്നെ നമുക്ക് വറുക്കാൻ വേണ്ടി നമുക്ക് എണ്ണയാണ് വേണ്ടത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്വാദ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉപ്പാണ്. ഉരുന്നുള്ള ഉപ്പ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മളിപ്പോൾ മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ബാറ്റർ അങ്ങനെ തയ്യാറായിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ വേണം ഈ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഒരുപാട് ലൂസ് ആകാനൊന്നും പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ പഴം മുറിച്ച് വെച്ചത് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴം ഇത് മുക്കി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. നമ്മളിവിടെ എണ്ണ ഈ പാനിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പഴം പൊരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ പഴം ഈ ബാറ്ററിലോട്ട് ഇടുകയാണ്. ഇതുപോലെ നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇവിടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിപ്പ് ചെയ്ത്